എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പുതുവത്സരാശംസകൾ. അപ്പോൾ 2026 ഇവിടെ തുടങ്ങുകയാണ്. 2025 ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യങ്ങളും ബാക്കിയായ കാര്യങ്ങളും അതുപോലെ ഈ ഒരു വർഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചേർന്ന് നമ്മൾ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിനേക്കാളും വലുതല്ല മറ്റൊന്നും. ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് ഒരു ഡിസിപ്ലിൻ. കഴിഞ്ഞ വർഷം നമ്മൾ അവസാനിപ്പിച്ച പോലെയാണോ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് എൻ്റെ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ ഒരു വർഷം കണ്ടിന്യൂ ചെയ്യും. അല്ല, അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം, നമുക്ക് അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ബെറ്റർ ആക്കുക. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ലാക്ക് ചെയ്യണമെന്നുള്ളത് കണ്ടുപിടിച്ച് സെൽഫായിട്ടൊരു അനലൈസ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഇൻവോൾവ് ആവുക. അതല്ലാതെ നെഗറ്റിവിറ്റി തരുന്ന വ്യക്തികളായാലും ചുറ്റുവട്ടങ്ങളായാലും അതിൽ നിന്നെല്ലാം ഒരു ഗ്യാപ്പ് ഇടുക. കാരണം ഇതെല്ലാം നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കും. നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുള്ളൂ ഈ ഒരു കാര്യങ്ങളെല്ലാം. ഇന്നലെ വരെ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ആയിക്കോട്ടെ, ഗിൽറ്റ് ഫീലിങ്സ്, റിഗ്രറ്റ്സ്, ഇതെല്ലാം അവിടെ മാറ്റിവെച്ച് പുതിയൊരു സ്റ്റാർട്ടിങ് ആവട്ടെ ഇത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ ഫൈനാൻസസ് അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.